ഫീമെയിൽ ആർട്ടിസ്റ്റ് ഒരു സിംഗർ ആണെങ്കിലും ആക്ട്രസ് ആണെങ്കിലും അവരുടെ ജോലിയിൽ ഷൈൻ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാമിലിന്റെ സൈനോറ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും ക്ലോസ് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് സൈനോറ. സൈനോറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചവൾ അതുക്കും മേലെയാണ്. അതുകൊണ്ട് എനിക്കൊന്നും വരണില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് എന്നെ ഇത്രയും ഇൻസ്പയർ ചെയ്ത ഒരാളില്ല. ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് ഞാനും സൈനോറയും ഒരു 6 മാസത്തോളം ഞങ്ങൾ മാസത്തിലൊരു 5 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴുള്ള ഓരോ കാര്യങ്ങളും എന്താ പറയുക, എൽസമ്മ എന്ന ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ സൈനോറ എന്ന ആൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ബോൾഡാണ്. സൈനോറയുടെ കൂടെ എവിടെ പോകാനും ഞാൻ റെഡിയാണ്, ആരും വേണ്ട എന്നെ. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഒരുപാട് ധൈര്യം. ഞാൻ ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് കരയുക അങ്ങനത്തെയൊക്കെ ഒരാളായിരുന്നു. പക്ഷേ സൈനോറയുടെ കൂടെ പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യമാണ് എന്ത് വന്നാലും ഫേസ് ചെയ്യാനൊക്കെ. പിന്നെ സൈനോറയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവള് ബൈക്കൊക്കെ ഓടിക്കും കേട്ടോ. ബൈക്ക് ഓടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾ പോലും ഞെട്ടിപ്പോവും. ആ രീതിയിൽ ഇവള് ഡ്രൈവ് ചെയ്യും. അതുപോലെ ഒറ്റയ്ക്ക് കണ്ണൂർ വരെ ഇവള് ബൈക്കിൽ പോയിട്ടുണ്ട്. നീ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെന്ന്, തന്നെ ധൈര്യമായിട്ട് വണ്ടി എടുത്ത് ഓടിച്ചു പോകാൻ പറ്റണം. എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ചെറിയ ബൈക്കൊന്നും അല്ലാട്ടെ, ഇത് അതിലാണ് സഞ്ചാരം. രാജലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാജലക്ഷ്മിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചോദനമാണ് സൈനോറ. അത് കണ്ടാലും നമുക്ക് തോന്നുന്നു പാവത്തിന് ഇങ്ങനെ വിഷമിപ്പിക്കണ്ടായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്നെ അതിനെ ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ തടിയല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നിങ്ങൾ അത് ഉദ്ദേശിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് പാട്ടായിരുന്നു. Actually, sir, Rajalakshmi is my classmate, St. Teresa's College. Oh, I see. And she, ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്ക് ഒരു വേദിയിൽ പാടാനായിട്ടുള്ള ഒരു സ്ഥിരമായിട്ട് she used to conquer the stage when she would sing. So എന്നെ സംബന്ധിച്ച് ഈവൻ ടുഡേ എൻ്റെ ഹംബിൾനെസ് എന്ന് പറയുന്നത് ഞാൻ കാണുമ്പോൾ എൻ്റെ സെൻറ്റ് ട്രസാസിലെ എൻ്റെ ഒരു 3 വർഷത്തെ പഠിത്തമാണ് ചേഞ്ച്ഡ് മൈ ലൈഫ്. I've seen like really strong women. പക്ഷെ ആ സ്ട്രോങ് വിമൺ എന്ന് പറഞ്ഞ രാജലക്ഷ്മിയെ ഒന്ന് ഉരുക്കാക്കി എടുക്കണമെങ്കിൽ സൈനോറ ഉരുക്കി എടുത്ത് അതങ്ങോട്ട് ആക്കി എടുത്ത് കൊടുത്തതാണ്. മൂപ്പർക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ മൂപ്പർ വണ്ടി ഓടിക്കൂല. ഞാനാണെങ്കിൽ ഇവിടെ കൊച്ചിയിൽ വരുമ്പോ ജസ്റ്റ് ഇവിടെ ഓടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഹോണ്ട സിറ്റി ഉണ്ട് എൻ്റെ കയ്യില്. അപ്പൊ എല്ലാ സ്ഥലത്തും ഞാൻ ഒറ്റക്ക് പോവും. റെക്കോർഡിങ്സ് ചില സമയം 10 മണിക്കും 12 മണിക്കൊക്കെ 1 മണിക്കൊക്കെ റെക്കോർഡിങ് തീർന്നിട്ട് ഞാൻ ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് വരാറുണ്ട് പനമ്പള്ളി നഗറിലേക്ക്. അതിൽ പക്ഷെ ഞാൻ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് എൻ്റെ ഹസ്ബൻഡും ഡാഡിയും ഒക്കെ എനിക്ക് പകർന്നു തന്ന ഒരു സംഭവം മാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പെൺകുട്ടി ഈ ലോകത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും വേണം. ഷീ ഷുഡ് നോ ഹൗ ടു യൂസ് ബൈക്ക്, ഷീ ഷുഡ് നോ ഹൗ ടു യൂസ് എ കാർ. പിന്നെ ഏത് പാതിരാത്രിയിലും എവിടെയും പോയിട്ട് ഇറങ്ങിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അത് തീർച്ചയായിട്ടും വേണം. കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്നത് നല്ലതാ. പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. എന്നെ ആശി കുറച്ച് തൈബ് പഠിപ്പിച്ചിട്ടുണ്ട്. കൊടുത്തോ? അത്യാവശ്യം കൊടുക്കാറുണ്ട്. അല്ല, എങ്ങനെയാ അടുത്ത കാലത്തായിട്ട് ആരൊക്കെട്ടാണ് കൊടുത്തത്? എന്ത് കാലത്തല്ലേ കൊടുത്തത്? ഇല്ല, ഞാൻ അടിക്കൂന്ന് പറഞ്ഞാല് അടിച്ചിട്ടൊന്നും ഇല്ല ഇതേവരെ. പിന്നെ അടിക്കേണ്ട വന്നിട്ടില്ല. പക്ഷെ ഞാൻ പൊരുതും അസലായിട്ട്. ആദ്യം ഒരു റൗണ്ട് ഫയറിംഗ് ആണോ? ആദ്യം നല്ല റൗണ്ട് ഫയറിംഗ്. ഒരിക്കൽ മാഹി ഫീസ്റ്റിന് ഇതുവരെ മാഹിയിൽ അതിനുള്ള വെക്കാബുലറീസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? അതൊക്കെ അത്യാവശ്യം അറിയേണ്ട വൊക്കാബുലറീസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഞങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സെൻസർ ചെയ്ത് പോകുന്നതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കയ്യങ്ങളിലേക്ക് വരുന്നത്. എനിക്ക് പൊതുവേ എനിക്കറിയില്ല, പെമ്പിളർ കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കണം എന്ന് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും. അവര് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒന്ന് ബോൾഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റേപ്പും സംഭവങ്ങളും ഒന്നും നടക്കില്ല. ഞാൻ ആക്ച്വലി സൗമ്യ വധക്കേസിൻ്റെ ആ സമയം ഞാൻ ഒരാഴ്ച ആ കുട്ടി മരിച്ചതിന് ശേഷം ഞാൻ കരയായിരുന്നു. ഞാൻ ഫുൾ നൈറ്റ് ഇരുന്ന് കരയായിരുന്നു. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ അശ്വിൻ്റെ അടുത്ത് ഞാൻ പറയായിരുന്നു, എൻ്റെ മോളെ ഞാൻ 3-ാം വയസ്സിൽ ഞാൻ കറാട്ടെ പഠിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമായിട്ട് ഞാൻ പഠിപ്പിക്കും. ഷി ഷുഡ് ബി റിയലി
strong and confident to face this whole വെരി ഗുഡ്. അതിനാണ് നമുക്കെല്ലാം അഭിമാനം തോന്നുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ധൈര്യശാലികളായിട്ടുള്ള പെൺകുട്ടികളാണ് യഥാർത്ഥത്തിൽ രംഗത്തേക്ക് വരേണ്ടത്. എപ്പോൾ നിങ്ങൾ വിദ്രോഹൽ കാണിക്കുന്നു, ടിമിഡാകുന്നു, പീപ്പിൾ ടേക്ക് അഡ്വാൻറ്റേജ്. അതാണ് നമ്മുടെ സമൂഹം. വെരി ട്രൂ. ഈ JB ജംഗ്ഷനിലൂടെ ഏതാ നമ്പർ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒന്ന് കാണിച്ച് എങ്ങനെയായിരിക്കും അത്? അല്ലേ അല്ല നമുക്കൊന്ന് അറിയണ്ടത്. അതാ പഞ്ചിലെ കിടക്കുന്നത്. ഇത് ആക്ച്വലി അങ്ങോട്ടൊന്നും കൈ പോയിക്കരുത്. അത് പറഞ്ഞാ ഇത് എയറോബിക്സിന്റെ കൂടെ ട്രെയിൻ ചെയ്ത വേറൊരു സിസ്റ്റമാണ് ഇത്. എനിക്ക് തോന്നുന്നത് എയറോബിക്സും വേറെ എന്തോ തൈക്വാണ്ടോവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ്. ഇത് ആക്ച്വലി തടി മെലിയിക്കാൻ വേണ്ടിയിട്ടും ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന സാധനമാണ്. ചെയ്യണം, പക്ഷെ നമുക്കത് ബാധകമല്ല. എനിക്ക് ബാധകമല്ല. വരട്ടെ, അന്നേക്കാത്ര ആൾ വരുന്നു. ഹായ് ലുട്ടുവാവ. അമ്മ എൻ്റെ മോളെ കുഞ്ഞായിട്ടിരുന്നപ്പം നിന്നെ താരാട്ട് പാടി ഉറക്കുമ്പം മുതലേ നീ ആ പാട്ട്, ഏത് പാട്ടാണോ ഞങ്ങൾ പാടുന്നത്, എൻ്റെ ഫേവറേറ്റ് സോങ് 1000 കണ്ണുമായി തൊട്ടി ആടുന്ന ആ അനുസരിച്ച് നീ മുളുന്നതും നീ ഡൊണാൾഡ് ഡക്കിൻ്റെ നിൻ്റെ സ്വരമാണെന്ന് പറഞ്ഞ് എല്ലാവരും നിന്നെ കളിയാക്കിയതൊക്കെ അമ്മ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. വാവാ. പക്ഷേ നീ ഒരു വലിയ പാട്ടുകാരി ആകുമെന്ന് അന്ന് നിൻ്റെ ഒരു ആൻറ്റി പറഞ്ഞ പോലെ തന്നെ നീ ഇപ്പോൾ ഒരു നല്ല പാട്ടുകാരിയായി. നല്ലതെന്ന് എനിക്ക് പറയാം. എനിക്ക് യു ആർ ഓൾവേസ് ഫൈൻ ഫോർ മീ. എപ്പോഴും ഒരു നല്ല പാട്ടുകാരിയായി. അതുപോലെ തന്നെ നീ കൊച്ചിലെ പറയുന്ന എല്ലാ കാര്യങ്ങളും, പ്ലെയിൻ ഓടിക്കണമെന്ന് പറഞ്ഞു, നീ പ്ലെയിൻ ഓടിച്ചു. നിൻ്റെ തന്നെ ഒരു പാട്ട് ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു, അത് ഈയിടെ നീ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഓൾമോസ്റ്റ് നീ പറഞ്ഞ പോലെ തന്നെ ദൈവം നിനക്ക് സാധിച്ചു തന്നു. ഇനി എന്നാ എൻ്റെ മോൻ്റെ അടുത്ത ആഗ്രഹം? ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അമ്മേനെ? So it's different. So she had to manage me in many ways. എന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ട അമ്മയുടെ ഒരു ആവശ്യമായി വന്നു. എൻ്റെ ക്രിയേറ്റീവ് ഔട്ട്ബസ്റ്റ് ഒത്തിരി പേരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. സോ അമ്മയുടെ ഉറക്കം അങ്ങനെ ഇടയ്ക്ക് കറ കൊണ്ട് വായിപ്പിക്കുമായിരുന്നോ? ഇല്ല സാർ, ഞാൻ ആ റേഞ്ച് പോയിട്ടില്ല. അവിടെ ഞാൻ കുറച്ച് ദിവസം അമ്മയ്ക്ക് പാചകം ചെയ്യണമുള്ളതുകൊണ്ട് പരീക്ഷയൊക്കെ പിന്നെ എഴുതാൻ പറ്റും, പക്ഷെ ഭക്ഷണം പാചകം ചെയ്യാൻ അന്നാ 1000 കണ്ണുമായി അന്നയ്ക്ക് ഭയങ്കര പ്രിയങ്കരമായ പാട്ടാണ്. ഇപ്പൊ ഇടയ്ക്ക് പാടും. ഞാൻ പാടി അത് വേറൊരു സ്റ്റൈലിലായി പോകും. അത് കാരണം ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേ കിളി, പൈങ്കിളി മലർത്തേ കിളി, മഞ്ഞു വീണതറിഞ്ഞില്ല, വന്നു പോയതറിഞ്ഞില്ല, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ. ഞാനും മറന്നുപോയി. കിടന്നിട്ട് എന്താ ചെയ്യുന്നുണ്ട്? ഞാൻ കൂടെ പാടുമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. പിച്ച് എടുക്കത്തില്ലേ? മോളും അതുപോലെ തന്നെയാണോ? വെരി റിസെപ്റ്റീവ് മ്യൂസിക്. വെരി ഗുഡ്.